ഒരിക്കലും നഷ്ടപ്പെട്ടു പോകാത്ത, ഒരിക്കലും പൊളിഞ്ഞു പോകാത്ത 5 അമൂല്യമായ ദിക്റുകളുടെ കൂട്ടമായ അൽ ബാഖിയാത്തു സ്വാലിഹാത്ത് ദിക്റുകൾ ഒന്ന് പഠിച്ചു വെച്ചാലോ? ഈ 5 ദിക്റുകൾ ചൊല്ലുന്ന ആളുകളെ നാളെ മഹ്ശറിൽ ചെന്നു നിൽക്കുന്ന സമയത്ത് അവരുടെ ഈ പ്രതിഫലം കണ്ടുകൊണ്ട് അവരുടെ കണ്ണഞ്ചി പോകുമെന്ന് മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഹദീസുകളിൽ കാണാം. അത്ര പവർഫുള്ളായ 5 ദിക്റുകളാണ്, നമ്മുടെ ജീവിതത്തിൽ പതിവാക്കേണ്ട ദിക്റുകളാണ്. ഏതൊക്കെയാണെന്ന് പഠിച്ചു വെക്കാം. ആ ദിക്റുകൾ ചൊല്ലുമ്പോൾ ഈ ഫദ്ലുകൾ കൂടെ മനസ്സിലാക്കിക്കൊണ്ട് ചൊല്ലിക്കഴിഞ്ഞാൽ അൽഹംദുലില്ലാ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ചൊല്ലുന്ന അദ്കാറുകളിൽ ഏറ്റവും പവറുള്ള ദിക്റുകൾ ഇതായിരിക്കും. ഈ ദിക്റുകളെ പറ്റി മുത്തുനബി തങ്ങൾ പറഞ്ഞത് അള്ളാഹു തെരഞ്ഞെടുത്തു തന്ന ദിക്റുകൾ എന്നാണ്. അള്ളാഹു സ്പെഷ്യലായി തെരഞ്ഞെടുത്തു തന്ന ഒരുപാട് ദിക്റുകളില്ലേ? അള്ളാഹു പഠിപ്പിച്ചു തന്ന, ഖുർആൻ പഠിപ്പിച്ചു തന്ന, മുത്തുനബി തങ്ങൾ പഠിപ്പിച്ചു തന്ന ഒരുപാട് ദിക്റുകൾ. ഈ ദിക്റുകളുടെ കൂട്ടത്തിൽ റബ്ബ് സുബ്ഹാനഹു വ തആല ഡയറക്റ്റ് തെരഞ്ഞെടുത്തു തന്ന അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടമുള്ള ദിക്റുകളാണ് എന്ന് ഒന്ന് ചെല്ലാം. ഇൻഷാ അള്ളാഹ് നമ്മുടെ അമലുകളുടെ കനമൊന്ന് കൂട്ടണ്ടേ? അള്ളാഹു ഭാഗ്യം നൽകട്ടെ. വീഡിയോ മുഴുവനായി കേൾക്കുക, മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കുക. അവർ ചൊല്ലുന്നതിന്റെ കൂലി കൂടെ നമുക്ക് കിട്ടും. അള്ളാഹു ഭാഗ്യം നൽകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹ്. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ സൽക്കർമ്മങ്ങൾ സ്വീകരിക്കട്ടെ. ഈ പവിത്രമായ ദിവസങ്ങളിൽ, രാത്രികളിൽ ഒരുപാട് സൽക്കർമ്മങ്ങൾക്ക് അള്ളാഹു അവസരം നൽകുമാറാകട്ടെ. എല്ലാവർക്കും സുഖമല്ലേ? അൽഹംദുലില്ലാഹ്. നിങ്ങളെ മനസ്സറിഞ്ഞവർ അൽഹംദുലില്ലാഹ് പറഞ്ഞ് കമൻ്റായിട്ട് അറിയിക്കുക. നിങ്ങൾ അൽഹംദുലില്ലാഹ് പറഞ്ഞു ഇല്ലയോ എന്ന് എനിക്കിപ്പോൾ അവിടെ നിന്ന് കേൾക്കാൻ കഴിയില്ലല്ലോ. കമൻറ്റ് പറഞ്ഞിട്ട് ഒരു അൽഹംദുലില്ലാഹ് മനസ്സറിഞ്ഞ് പറയാം. അള്ളാഹു സുബ്ഹാനഹു വ തആല എത്ര നിഅമത്താണ് നമുക്ക് നൽകിയത്, എത്ര അനുഗ്രഹമാണ് നൽകിയത്. നമ്മൾ ചുറ്റുഭാഗത്തേക്കൊന്ന് നോക്കിയേ, നിങ്ങളുടെ പരിസരങ്ങളിലേക്ക്, കൂട്ടുകാരിലേക്ക്, കുടുംബാദികളിലേക്ക് എത്ര ആളുകളാണ് കഷ്ടപ്പെടുന്ന ആളുകൾ. നമ്മേക്കാൾ ദുരിതം അനുഭവിക്കുന്നവർ, രോഗികളായ ആളുകൾ, അതുപോലെ കഷ്ടതയിൽ കഴിയുന്നവർ, കടബാധിതരായി കഴിയുന്നവർ, അവരിൽ നിന്നൊക്കെ അള്ളാഹു കുറച്ചെങ്കിലും ഒരു മെച്ചം നമുക്ക് നൽകിയില്ലേ? ഇല്ലേ? അള്ളാഹുവിനോട് നന്ദി പറഞ്ഞാൽ എത്ര പറഞ്ഞാലും മതിയാകൂല. അൽഹംദുലില്ലാഹ്, അൽഹംദുലില്ലാഹ്. അള്ളാഹുവെ നിലനിർത്തി തരണേ അള്ളാഹ്. ഇനി ഈ ശബ്ദം കേൾക്കുന്ന ആളുകളിൽ ഒരുപാട് ആളുകൾ പല വിഷമങ്ങളുള്ളവരുണ്ട്, ഇല്ലേ? സങ്കടങ്ങളുള്ളവരുണ്ട്. കമൻറ്റുകളായൊക്കെ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ ഒരുപാട് മെസ്സേജ് കമൻറ്റുകളായി അയക്കുന്നുണ്ട്. ഉസ്താദേ ഇന്ന പ്രശ്നമുണ്ട്, വീട്ടിലെ ദുരിതം മാറാൻ, പ്രശ്നങ്ങൾ മാറാൻ, പ്രയാസങ്ങൾ മാറാൻ, വീട് കിട്ടാൻ, മക്കൾ നന്നാകാൻ, മക്കളുടെ പഠനങ്ങൾ നന്നാകാൻ, ഇങ്ങനെ തുടങ്ങിയിട്ട് ഒട്ടനവധി കാര്യങ്ങൾ ദ്വാരക്കാൻ ഏൽപ്പിച്ച, ഭർത്താവുമായിട്ടുള്ള പിണക്കങ്ങൾക്ക് മാറി റാഹത്താവാൻ, കുടുംബജീവിതം ഹൈറിലാകാൻ, അങ്ങനെ തുടങ്ങിയിട്ട് ഒട്ടനവധി കാര്യങ്ങൾ. അള്ളാഹു എല്ലാം റാഹത്താക്കി തരട്ടെ, സന്തോഷമാക്കി തരട്ടെ. നമ്മൾ ഇങ്ങനെ പ്രയാസങ്ങൾ പറയുമ്പോൾ, നമ്മുടെ ദുരിതങ്ങളൊക്കെ പറയുമ്പോൾ നമ്മുടെ അമലുകൾ കൂടി ഒന്ന് നന്നാക്കി വെക്കണം. നമ്മുടെ എല്ലാ പ്രവർത്തനങ്ങളും അള്ളാഹുവിൻ്റെ കണക്കുകൂട്ടൽ പ്രകാരം നടക്കുകയുള്ളൂ. നമ്മൾ ചെയ്യുന്നതെല്ലാം, നമുക്ക് നൽകുന്നതെല്ലാം റബ്ബ് സുബ്ഹാനഹു വ തആല കണക്കാക്കിയതാണ് നമുക്ക് വരുന്നതൊക്കെ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? നാളെ ഇവിടെ ദുനിയാവ് മാത്രം കിട്ടിയാൽ പോരല്ലോ, നാളെ ആഖിറത്തിലേക്കുള്ള ചില സംഗതികളൊന്ന് ക്ലിയർ ആക്കി വെച്ച് കഴിഞ്ഞാൽ ദുനിയാവിലെ പ്രയാസങ്ങളൊക്കെ അള്ളാഹു നീക്കിത്തരും. മഹത്തുക്കളായ ആളുകൾ എത്രയോ കഴിഞ്ഞു പോയിട്ടുണ്ടില്ലേ? അവരുടെ ജീവിതത്തിൽ പ്രയാസങ്ങളോ പ്രശ്നങ്ങളോ ഒന്നും ഇല്ലാഞ്ഞിട്ടല്ല. അവരൊക്കെ അള്ളാഹുവിനെ മുറുകെ പിടിക്കാൻ തയ്യാറായപ്പോൾ, അദ്കാറുകളും സ്വലാത്തുകളും ദിക്റുകളൊക്കെ ഇങ്ങനെ മുറുകെ പിടിക്കാൻ തയ്യാറായപ്പോൾ റബ്ബ് സുബ്ഹാനഹു വ തആല അവർക്ക് എളുപ്പം ചെയ്തു കൊടുത്തു. അള്ളാഹു അവർക്കൊക്കെ എല്ലാ കാര്യങ്ങളിൽ നിന്നും എന്ത് ചെയ്തു? മോചനം കൊടുത്തു. അള്ളാഹു എല്ലാ പ്രയാസങ്ങളെയും വിട്ടുവീഴ്ച ചെയ്തു കൊടുത്തു. എത്രയോ ചരിത്രങ്ങൾ കാണാം. യൂനുസ് നബി അലൈഹി സ്വലാത്തു വസ്സലാം മത്സ്യത്തിന്റെ വയറ്റിൽ അകപ്പെട്ടു പോയി. കൂരിരുട്ടിലാണ് കിടക്കുന്നത്. ഒന്ന് സമുദ്രത്തിന്റെ ഉള്ളിൽ മത്സ്യം സഞ്ചരിക്കുന്നത്, ഏറ്റവും വലിയൊരു മത്സ്യം വേണ്ടേ? മഹാനായ യൂനുസ് നബി അലൈഹി സ്വലാം വലിയൊരു മനുഷ്യനാണ്. അദ്ദേഹത്തെ വിഴുങ്ങണമെങ്കിൽ അതിനനുസരിച്ചുള്ള വലിപ്പമുള്ള മത്സ്യം വേണം. അത് സഞ്ചരിക്കുന്നത് വെള്ളത്തിന്റെ ആഴങ്ങളിലാണ്. അവിടെ എന്താണ്? ലുലുമാത്തുൻ, ഇരുട്ടുകളാണ് അവിടെ. ലുലുമാത്തി എന്നാ പറഞ്ഞത്, അല്ലേ? ലുലുമാത്തിൽ ഇരുട്ടുകളിൽ കിടക്കുക. ഒന്ന് സമുദ്രത്തിന്റെ ഇരുട്ട്, 2 മത്സ്യത്തിന്റെ വയറ്റിന്റെ ഉള്ളിലെ ഇരുട്ട്. അവിടെ വെളിച്ചമൊന്നും ഇല്ലല്ലോ. ആ ഇരുട്ടിൽ കിടന്നുകൊണ്ട് ആ പ്രയാസത്തിൽ നിന്ന് മോചിതനാകാൻ അവിടുന്ന് ചെയ്തത് എന്താ? ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ ചൊല്ലുകയായിരുന്നു അവിടെ കിടന്നുകൊണ്ട്. ഫലൗലാ കാന മിനൽ മുസബ്ബിഹീൻ ലലബിസ ഫീ ബത്നിഹി ഇലാ യൗമി യുബ്അസൂൻ. മഹാനവറുകളെ പറ്റി വിശുദ്ധ ഖുർആൻ പറഞ്ഞൊരു വാക്കൊന്ന് പഠിച്ചു വെക്കണേ. ഫലൗലാ കാന മിനൽ മുസബ്ബിഹീൻ. അവിടുന്ന് എന്തായിരുന്നില്ലെങ്കിൽ തസ്ബീഹ് ചൊല്ലുന്ന ആളായിരുന്നില്ല എങ്കിൽ, അതായത് നിരന്തരം തസ്ബീഹ് ചൊല്ലുന്ന ആളായിരുന്നു ആര്? ദിക്ർ ചൊല്ലുന്ന ആളായിരുന്നു ആര്? യൂനുസ് നബി അലൈഹി സ്വലാം. അതിപ്പോൾ മത്സ്യത്തിന്റെ വയറ്റിൽ അകപ്പെട്ടപ്പോൾ മാത്രമല്ല, എപ്പോഴും ദിക്ർ ചൊല്ലുന്ന ആളായിരുന്നു. അങ്ങനെ അല്ലായിരുന്നുവെങ്കിൽ ലലബിസ ഫീ ബത്നിഹി ഇലാ യൗമി യുബ്അസൂൻ, ഖിയാമത്ത് നാൾ വരെ ആ മത്സ്യത്തിന്റെ വയറ്റിൽ കിടക്കേണ്ടി വന്നേനെ. അപ്പം സ്ഥിരമായി ദിക്ർ ചൊല്ലിയ ആളായതുകൊണ്ട് അള്ളാഹു എന്ത് ചെയ്തു? ആ മത്സ്യത്തിന്റെ വയറ്റിൽ നിന്ന് പുറത്താക്കി അദ്ദേഹത്തെ രക്ഷപ്പെടുത്തി. നമുക്കും രക്ഷ കിട്ടും ഇൻഷാ അല്ലാഹ്. നമ്മുടെ പ്രയാസങ്ങളിൽ നിന്ന് അള്ളാഹു മോചനം നൽകും ഇൻഷാ അല്ലാഹ്. അൽ ബാഖിയാത്തു സ്വാലിഹാത്ത് എന്ന ദിക്ർ പഠിച്ചു വെച്ചോളി. അൽ ബാഖിയാത്തു സ്വാലിഹാത്താകുന്ന, നമുക്കൊരിക്കലും നഷ്ടപ്പെട്ടു പോകാത്ത, എന്നെന്നും ശേഷിക്കുന്ന ഒരു 5 അമൂല്യമായ ദിക്റുകൾ മുത്തുനബി തങ്ങൾ പഠിപ്പിച്ചു തരികയാണ്. അൽ ബാഖിയാത്തു സ്വാലിഹാത്ത് ഹുന്ന. ഏതൊക്കെയാണ് അവകൾ? ആ ദിക്റുകൾ, ഒന്ന് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ദിക്റാണ്. ഒരിക്കലും നമ്മൾ ഒഴിവാക്കാൻ പാടില്ലാത്ത ദിക്റാണെന്ത്? ലാ ഇലാഹ ഇല്ലല്ലാഹ്. വ സുബ്ഹാനല്ലാഹി. ഏതാണ്? സുബ്ഹാനല്ലാഹ് എന്ന ദിക്റാണ്. വൽഹംദുലില്ലാഹ്, അൽഹംദുലില്ലാഹ് എന്ന ദിക്റാണ്. വല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ എന്ന ദിക്റാണ്. വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്
ബില്ലാ, ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാ എന്ന ദിക്റാണ്. ഇതായിരുന്നു ഉസ്താദെ, ഇത് തന്നെയാണ്. അപ്പോൾ ഇതിന്റെ പ്രത്യേകതകൾ കൂടെ കേട്ട് കഴിഞ്ഞാൽ അൽഹംദുലില്ലാഹ് നമുക്ക് അറിയുന്ന ദിക്റാണല്ലോ, അപ്പോൾ നമുക്ക് ചെല്ലാൻ എളുപ്പമുണ്ടല്ലോ. ലാ ഇലാഹ ഇല്ലല്ലാഹ്, സുബ്ഹാനല്ലാഹ്, അതുപോലെ അൽഹംദുലില്ലാഹ്, അല്ലാഹു അക്ബർ, ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാ. ഈ ഒരു 5 ദിക്റുകൾ ഒരിക്കലും ജീവിതത്തിൽ നമ്മൾ ഒഴിവാക്കാതെ കൊണ്ടു നടന്നു കഴിഞ്ഞാൽ ഒരിക്കലും പൊളിഞ്ഞു പോകാത്ത അമലുകളാണ്, ബാക്കിയായി ശേഷിക്കുന്ന, എന്നെന്നും അവശേഷിക്കുന്ന അമലാണ് എന്ന് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചു തന്നെ. ഈ ദിക്ർ നമ്മളൊന്ന് കൈമുതലാക്കിയുള്ള ഗുണം എന്താണെന്നറിയോ? ഒന്നാമത്തെ ഗുണം, ഈ ദിക്ർ നിരന്തരം ചൊല്ലുകയാണെങ്കിൽ എന്തെങ്കിലും നമുക്ക് ആവശ്യം വരുന്ന സമയത്ത് ഈ ദിക്ർ പറഞ്ഞുകൊണ്ട് റബ്ബിനോട് ചോദിച്ചാൽ അള്ളാഹു ആ കാര്യം നടത്തി തരും. ഇപ്പോൾ നിരന്തരം ഈ ദിക്ർ ചൊല്ലുന്ന ഒരാൾ, ഇപ്പോൾ എനിക്കൊരു സാമ്പത്തികമായ ഒരു ആവശ്യം വന്നു, എന്ത് ചെയ്തു, കടം വിട്ടാനൊരു ആവശ്യം, എന്ത് ചെയ്യുക, ഒരു സാമ്പത്തിക ബുദ്ധിമുട്ട് വന്നു, റബ്ബിനോട് പറയാണല്ലോ ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാ, അല്ലെങ്കിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലെങ്കിൽ സുബ്ഹാനല്ലാഹ്, അൽഹംദുലില്ലാഹ്, അല്ലാഹു അക്ബർ. ഇത് ചൊല്ലിയതിനു ശേഷം റബ്ബേ എൻ്റെ സാമ്പത്തിക പ്രയാസം നീ നീക്കിത്തരണേ അല്ലാഹ് എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് പറഞ്ഞാൽ ആ പ്രയാസം അല്ലാഹു നീക്കിത്തരും. ഇതെന്നും ചൊല്ലിയാലുള്ള, നിരന്തരമായി ദിക്ർ ചൊല്ലിയാലുള്ള ഗുണം അതാണ്. അള്ളാഹു അത്തരത്തിൽ നല്ല ദാക്കിര്യങ്ങളിൽ നമ്മെ ചേർത്ത് തരുമാറി. ഈ പറയുന്ന എന്നെയും കേൾക്കുന്ന നിങ്ങളെയും അള്ളാഹു അത്തരത്തിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇനി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു തന്ന ചില മഹത്വങ്ങൾ നമുക്കിതിന് കാണാം. ഇതൊരിക്കലും പൊളിഞ്ഞു പോകാത്ത ഒരു ദിക്റുകളാണ്, അതായത് ഒരിക്കലും നഷ്ടപ്പെട്ടു പോകാത്ത അമലുകളാണ് ഈ ദിക്ർ ചൊല്ലുക എന്നുള്ളത്. രണ്ടാമത്തത്, സമുദ്ര തിരമാലകൾക്ക് സമാനമായ തെറ്റു ചെയ്താലും ശരി അത് മുഴുവൻ പൊറുക്കാൻ ഈ ഒരു ദിക്ർ പതിവാക്കൽ മതിയാവും. ഞാൻ ഈ ദിക്ർ നിരന്തരം ചൊല്ലുന്ന ആളാണെങ്കിൽ എൻ്റെ ജീവിതത്തിൽ എത്ര തെറ്റുകൾ വന്നാലും, അതാണ് സമുദ്ര തിരമാലകൾക്ക് സമാനമായ, സബദുൽ ബഹർ, സമുദ്രത്തിലെ തിരമാലകൾക്ക് സമാനമായ തെറ്റുകളാണ് വന്നതെങ്കിലും ശരി അത് മുഴുവൻ പൊറുക്കപ്പെടാൻ ഈ ദിക്റുകൾ പതിവാക്കൽ മതിയാണ്. രണ്ടാമത്തെ കാര്യം, ദുനിയാവിലെ സകല വസ്തുക്കളെക്കാളും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നബിക്ക് ഇഷ്ടമാണ് എന്ന് പഠിപ്പിച്ചു തന്ന ദിക്റാണ്. അപ്പം മുത്തുനബി തങ്ങൾക്ക് ഏറ്റവും പ്രിയങ്കരമായ ദിക്റുകളുടെ കൂട്ടത്തിൽപ്പെട്ട ദിക്റാണ് ഈ പറഞ്ഞ 5 ദിക്റുകൾ. അള്ളാഹു ഭാഗ്യം നൽകട്ടെ ചൊല്ലാൻ, പതിവാക്കാൻ. മൂന്നാമതായി, അള്ളാഹു സുബ്ഹാനഹു വ തആലയ്ക്ക് ഏറ്റവും ഇഷ്ടമുള്ള ദിക്റാണ്, അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടമുള്ള ദിക്റാണ്. അത് മുത്തുനബി തങ്ങൾ തന്നെ പറയാണ്, ഹബ്ബുൽ കലാമി ഇലല്ലാഹ്, അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടമുള്ള വാക്കുകൾ, വചനങ്ങളിൽ വെച്ച് ഏറ്റവും ഇഷ്ടമുള്ള വാക്കുകൾ 4 4 വാക്കുകൾ അള്ളാഹുവിന് വലിയ ഇഷ്ടമാണ്. അതിലൊന്ന് സുബ്ഹാനല്ലാഹ്, 2 വൽഹംദുലില്ലാഹ്, 3 വലാ ഇലാഹ ഇല്ലല്ലാഹ്, 4 അല്ലാഹു അക്ബർ. ഈ 4 ദിക്റുകളും അള്ളാഹുവിന് വലിയ ഇഷ്ടമുള്ള ദിക്റുകളാണ്. മറ്റൊരു ഹദീസിൽ ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാ, ഈ ഒരു 5 ദിക്റുകളെയും പറയുന്നുണ്ട്. അപ്പോൾ എന്തു പറഞ്ഞാലും ഈ ഒരു 5 ദിക്റുകൾ അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടമുള്ളതാണ്, മുത്തുനബി തങ്ങൾക്ക് ഏറ്റവും ഇഷ്ടമുള്ളതാണ്, സമുദ്രത്തിലെ തിരമാലകൾ സമാനമായ തെറ്റുകളും പൊറുപ്പിക്കാൻ പറ്റുന്നതാണ്. അതുപോലെ തന്നെ 4ാമതായി പറയുന്ന നേട്ടം, അള്ളാഹു തെരഞ്ഞെടുത്തു തന്ന നാമങ്ങളാണ്. അള്ളാഹു ഈ 4 നാമങ്ങൾ എന്ത് ചെയ്തു, റബ്ബ് സുബ്ഹാനഹു വ തആല തെരഞ്ഞെടുത്തു. ഇന്നല്ലാഹ ഇസ്തഫാ മിനൽ കലാമി 4 എന്ന് പറയുന്നത്, അള്ളാഹു വചനങ്ങളുടെ കൂട്ടത്തിൽ, വാക്കുകളുടെ കൂട്ടത്തിൽ, അദ്കാറുകളുടെ കൂട്ടത്തിൽ 4 നാമങ്ങളെ അള്ളാഹു പ്രത്യേകമായി തെരഞ്ഞെടുത്തു. അത് ഈ പറഞ്ഞ പോലെ സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹ് വലാ ഇലാഹ ഇല്ലല്ലാഹ് അല്ലാഹു അക്ബർ, ഈ 4 ദിക്റുകളാണ് എന്ന്. അപ്പോൾ അള്ളാഹു തെരഞ്ഞെടുത്തു തന്ന, റബ്ബിന് ഏറ്റവും ഇഷ്ടമുള്ള, മുത്തുനബി തങ്ങൾക്ക് ഏറ്റവും ഇഷ്ടമുള്ള, ഒരിക്കലും പൊളിഞ്ഞു പോകാത്ത, തിരമാലകൾ സമാനമായ തെറ്റുകൾ പൊറുപ്പിക്കുന്ന, ഏറ്റവും അവസാനവും ബാക്കിയായി നിൽക്കുന്ന ഏറ്റവും നല്ല ദിക്റുകളാണ് ഈ പറഞ്ഞ ദിക്റുകൾ. അത് ജീവിതത്തിൽ പതിവാക്കുകയും അത് ചൊല്ലിയിട്ട് എന്തെങ്കിലും ഒരു കാര്യം റബ്ബ് സുബ്ഹാനഹു വ തആലയോട് ചോദിക്കുകയും ചെയ്താൽ അള്ളാഹു സുബ്ഹാനഹു വ തആല അതൊരിക്കലും തട്ടിക്കളയുകയില്ല എന്ന് മുത്തുനബി തങ്ങൾ പഠിപ്പിച്ചിരിക്കുകയാണ്. അള്ളാഹു ജീവിതത്തിൽ പതിവാക്കാൻ ഭാഗ്യം നൽകട്ടെ. ഇനി ഒരാൾ സുബ്ഹാനല്ലാഹ് എന്ന് മാത്രം ചൊല്ലി, സുബ്ഹാനല്ലാഹ് ഈ കൂട്ടത്തിൽപ്പെട്ട ഒരു ദിക്റാണല്ലോ സുബ്ഹാനല്ലാഹ്, അല്ലേ? നമുക്കൊക്കെ അറിയുന്ന ദിക്റാണ് സുബ്ഹാനല്ലാഹ്. ഈ സുബ്ഹാനല്ലാഹ് എന്ന് മാത്രം ചൊല്ലിയാൽ 20 നന്മകൾ അല്ലാഹു സുബ്ഹാനഹു വ തആല വ്യക്തിക്ക് എഴുതി കൊടുക്കും. ഒരു ഒറ്റ സുബ്ഹാനല്ലാഹ്ക്ക് 20 നന്മ. അതുപോലെ തന്നെ ഒരു സുബ്ഹാനല്ലാഹ്ക്ക് 20 തിന്മകളെ അല്ലാഹു പൊരുത്തപ്പെട്ടു വരും. ഒരു സുബ്ഹാനല്ലാഹ്ക്ക് 20 ദറജകളെ അല്ലാഹു ഉയർത്തും. അപ്പോൾ ഒരാളൊരു സുബ്ഹാനല്ലാഹ് എന്ന് ചൊല്ലിയാൽ 20 നന്മ കിട്ടി, 20 തിന്മ പുറത്തു, 20 ദറജ സ്വർഗത്തിൽ എന്ത് ചെയ്യും, അല്ലാഹു ഉയർത്തി കൊടുക്കും. ഇനി അൽഹംദുലില്ലാഹ് എന്നൊരു വട്ടം ചൊല്ലി, അയാൾക്കും സെയിം കൂലി കിട്ടും. 20 നന്മ കിട്ടും, 20 തിന്മകൾ പൊറുക്കും, 20 ദറജകൾ വർദ്ധിക്കും. അല്ലാഹു അക്ബറിനുണ്ട്, ലാ ഇലാഹ ഇല്ലല്ലാഹ്ക്കുണ്ട്, ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിക്കുണ്ട്. അപ്പോൾ കുറഞ്ഞൊരു 10 ഒരാൾക്ക് ചൊല്ലാൻ പറ്റിയാൽ, ഒരു 10 തവണ ഈ ഒരു ദിക്ർ ചൊല്ലാൻ അവസരം കിട്ടിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യുക, 200 ദർജകൾ വർദ്ധിക്കാൻ, 200 തെറ്റുകൾ പൊറുക്കപ്പെടാൻ, 200 നന്മകൾ അധികരിക്കാനൊക്കെ കാരണമായി തീരും. അതുപോലെ എത്ര നമുക്ക് ചൊല്ലാൻ പറ്റുമോ അതിനനുസരിച്ച് അള്ളാഹു സുബ്ഹാനഹു വ തആല കൂടുതൽ കൂലി നൽകിക്കൊണ്ടേയിരിക്കും. അള്ളാഹു ജീവിതത്തിൽ പതിവാക്കാൻ ഭാഗ്യം നൽകട്ടെ ഇൻഷാ അല്ലാഹ്. ഇനി ജീവിതത്തിൽ ഒരിക്കലും മുടക്കാതെ, നമുക്ക് വേറൊരു ദിക്റുകളും ചൊല്ലാൻ ഇനി അറിയില്ല എങ്കിൽ ഇത് അറിയുന്ന ദിക്റുകളാണ്. അപ്പോൾ അറിയുന്ന ദിക്റുകൾ നിരന്തരം പതിവാക്കാം.
ചില അഭ്യാസികൾ പറയുന്നത് പോലെ 1000 അടവുകൾ പഠിച്ച അഭ്യാസിയെ എനിക്ക് പേടിയില്ല, മറിച്ച് ഒരടവ് തന്നെ 1000 തവണ പയറ്റിയവനെ സംബന്ധിച്ച് എനിക്ക് പേടിയുണ്ട് എന്ന്. കാരണം എന്താ, എനിക്കിപ്പോൾ ഒരു അടവേ അറിയുള്ളൂ, പക്ഷേ അത് ഞാൻ 1000 തവണ പ്രാക്ടീസ് ചെയ്തിട്ടുണ്ട്. എന്നാൽ എനിക്ക് എത്രത്തോളം ഇത് പവർഫുള്ളായി ഈ ഒരു അടവ് പ്രയോഗിക്കാൻ കഴിയും എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാം. ആ പ്രാക്ടീസിന്റെ ഗുണം കൊണ്ട് എന്ത് ചെയ്യും, എനിക്ക് ആ അടവ് കൊണ്ട് തന്നെ വിജയിക്കാൻ പറ്റും. എന്നാൽ 1000 എന്ത് ചെയ്തിട്ടുണ്ട്, അടവുകൾ പഠിച്ചു വെച്ചിട്ടുണ്ട്, പക്ഷെ അത് പ്രാക്ടീസ് ചെയ്യാൻ അധികം സമയം കിട്ടാത്ത ഒരാളാണ് എങ്കിൽ അയാൾക്ക് ഈ 1000 കൊണ്ടും ഗുണം ഉണ്ടാവൂല. അപ്പൊ നമുക്ക് അറിയുന്ന ദിക്റുകൾ ഒരുപാട് ചൊല്ലി വെക്കുകയാണെങ്കിൽ ആ ദിക്റ് കൊണ്ട് നമുക്ക് രക്ഷപ്പെടാൻ പറ്റുമെന്നാണ് പറഞ്ഞതിന്റെ അർത്ഥം. കുറേ ദിക്റുകൾ അവിടുന്ന് ഇവിടുന്ന് ഒക്കെ വലിച്ചു വാരി എന്ത് ചെയ്ത് ചൊല്ലി, അങ്ങനല്ല, മറിച്ച് നമ്മൾ അറിയുന്ന കുറച്ച് ദിക്റുകൾ അത് നിരന്തരം അങ്ങനെ ചൊല്ലി അത് ചൊല്ലിയിട്ട് റബ്ബിനോട് ചോദിച്ചാൽ റബ്ബ് പിന്നെ നൽകും, അള്ളാഹു നൽകും. അതാണ് ആ ദിക്റുകളുടെ പവർ, അതാണ് ദിക്റുകളുടെ. ചില വിറുദുകൾ എന്ന് പറയുന്നത് നമ്മളെ വിറുദുകൾ എന്ന് പറഞ്ഞാൽ എന്താ, നമ്മൾ നിരന്തരം ചൊല്ലുന്നത് ഔറാദുകൾ അല്ലേ. ആ ഔറാദ് ചൊല്ലിയിട്ട് ചില ആളുകൾ ഹദ്ദാദ് റാത്തീബ് ചൊല്ലിയിട്ട് എന്തെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ അവർക്ക് കിട്ടും. എന്തേ കാരണം, അവർ നിരന്തരം ഹദ്ദാദ് ചൊല്ലുന്ന ആളുകളായോണ്ടാ. ചില ആളുകൾ എന്ത് ചെയ്യും, സൂറത്തുൽ ഫാത്തിഹ ഓതിയിട്ട് എന്തെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ റബ്ബ് അത് കൊടുക്കും. അത് അവർ സ്ഥിരം ഫാത്തിഹ നിരന്തരം കൂടുതൽ ഓതുന്ന ആളായോണ്ടാ. ചിലർ ഇഖ്ലാസ് ഓതിയിട്ട് ചോദിച്ചാൽ കൊടുക്കും. ഇങ്ങനെ നമുക്ക് നിരന്തരമായി ചൊല്ലിക്കഴിഞ്ഞാൽ, ദിക്ർ ചൊല്ലിക്കഴിഞ്ഞാൽ അള്ളാഹു നമ്മൾ ഈ ദിക്ർ ചൊല്ലിയിട്ട് ചോദിച്ചാൽ അത് ഉടനെ നൽകുമെന്നാ. നമ്മുടെ കടങ്ങൾ തീരാനും പ്രയാസങ്ങൾ തീരാനും ഒക്കെ അത് മതി ഇൻഷാ അല്ലാഹ്. അപ്പോൾ ഇത് പഠിച്ചു വെച്ചോളി, മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കുക. ആളുകൾ ചെയ്യുന്നതിൻ്റെ കൂലി കൂടെ നമുക്ക് ലഭിക്കും. അള്ളാഹു ഭാഗ്യം നൽകട്ടെ ഇൻഷാ അല്ലാഹ്. നല്ലൊരു അറിവ് നിങ്ങളിലേക്ക് പറഞ്ഞു തന്നാണ്, മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കുക. ഇത് മുഴുവനായി കേട്ട ആളുകൾ കമൻറ്റിൽ അറിയിക്കുക ഇൻഷാ അല്ലാഹ്. മറ്റൊരവസരത്തിൽ കണ്ടുമുട്ടാം. വാഖിർ ദഅവാനാ അൽഹംദുലില്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. യാ റബ്ബി ബിൽ മുസ്തഫ بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم يا ربي بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم يا ربي بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم اللهم صل على محمد يا ربي صل عليه وسلم.